നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള മാർക്കറ്റിങ്ങിനെ പറ്റി, മാർക്കറ്റിംഗ് ലോകത്തെ പറ്റി ഒരു ശരാശരി മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ നമ്മൾ ചെന്ന് പെടാവുന്ന വലിയ ചതിക്കുഴികളിൽ നിന്നോ ചെറിയ തട്ടിപ്പുകളിൽ നിന്നോ ഏത് തരത്തിലുള്ളതാണെങ്കിലും പറ്റിക്കലിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അറിഞ്ഞുകൊണ്ട് എന്ത് വാങ്ങണമെന്നും എങ്ങനെ ചിന്തിക്കണം ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു സർവീസ് നേടുന്നതിന് മുമ്പ് എന്നൊക്കെ ചിന്തിക്കുവാൻ ഈ മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്പെടും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ ഏകരായി ജീവിക്കുകയാണ്, നമ്മളെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബിസിനസ് ലോകം, മാർക്കറ്റിംഗ് ലോകം പുറത്ത് കാത്തു നിൽപ്പുണ്ട്. നമ്മൾ നിത്യവും നോക്കുന്ന സോഷ്യൽ മീഡിയയും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളും ഒക്കെ നമ്മളെ അറിയാതെ തന്നെ ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്നത് നമ്മൾ അറിയാതെ പോലും നമ്മൾ ഇതെന്താണ്, ഇത് നോക്കിയാലോ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടൊരു സാധാരണ മനുഷ്യൻ എപ്പോഴും മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ഭാവിയെ പറ്റി വല്ലാതെ വ്യാകുലരാണല്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും സ്ഥിരതയുള്ള ഒരു ജീവിതാവസ്ഥയിലെത്തി, അത്യാവശ്യം പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാതെ ജീവിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളോട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നമുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം, നിങ്ങളുടെ ഭാവിയെ പറ്റി അറിയൂ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അവരിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് ജീവിക്കുന്നത്. എന്നാൽ അവരോട് തന്നെ നമ്മൾ പറയുകയാണ് നാളെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം വരാനുണ്ട്, വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്, അതെന്താണെന്ന് അറിഞ്ഞ് ഇപ്പോഴേ നിങ്ങൾ അതിന്റെ പ്രശ്നപരിഹാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ വരാനിരിക്കുന്ന വലിയൊരു വിപത്ത് നിങ്ങൾക്ക് പോകാം. നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ലേ ഇപ്പോൾ ഒരുപാട് ചിരിച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കരയുന്നൊക്കെ? ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നാളെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ തോന്നി നമ്മൾ അതിലേക്ക് വഴിതിരിഞ്ഞ് പോയേക്കാം. ഇനി മറ്റൊരു പക്ഷമാണ്, ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവനെ ഏറ്റവും അധികം അലട്ടുവാൻ ചാൻസ് ഉള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ വിഷയങ്ങൾ, സാമ്പത്തികപരമായ വിഷയങ്ങൾ, ജോലി, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കോമൺ കാര്യമാണ്. ഈ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള അസ്ട്രോളജി ആപ്പുകൾ എന്ന് പറയുന്നത്. ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കാവുന്ന ഇത്തരത്തിലുള്ള പൊതു പ്രശ്നങ്ങളെ ആയിരിക്കും ഇവർ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യുക. ഒരു പ്രായത്തിലെടുത്ത് നോക്കിയാൽ ഒരു 20കളുടെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമോ ഒരു പക്ഷേ ഫ്രണ്ട്സിനാലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായോ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവാം, കരിയർ സെറ്റ് ആയിട്ടുണ്ടാവില്ല. ഒരു 30കളിലുള്ള മനുഷ്യരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വിവാഹത്തെ പറ്റി ചിന്തിച്ച് അത് നടക്കാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ വേണ്ടത്ര കരിയറിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, സാമ്പത്തികപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി ഒരു 40+ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വീടിന്റെ EMI ലോണോ ഒക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു മരവിപ്പ് ഫീൽ ചെയ്യുന്ന അവസ്ഥ, കുടുംബ ബന്ധങ്ങൾ താറുമാറായി കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആവുന്നതിന്റെ ചില പ്രശ്നങ്ങൾ. ഇനി പൊതുവെ എടുത്ത് നോക്കിയാൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ആസ്മയോ അല്ലെങ്കിൽ പൊതുവായി ഉണ്ടാവുന്ന ചില രോഗലക്ഷണങ്ങളൊക്കെ ചില മനുഷ്യർക്ക് കോമൺ ആയി കാണാറുണ്ട്. ഇതിനെയൊക്കെ ഈസി ആയി തന്നെ അഡ്രസ് ചെയ്യുന്നതിന് ചെറിയ ബുദ്ധി മതി. അതിന് മാർക്കറ്റിംഗ് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ചില ആളുകളെ അവരുടെ പ്രായത്തെയും അവർ താമസിക്കുന്ന ഏരിയയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നമില്ലേ, നിങ്ങൾക്കിപ്പോൾ കരിയർ എവിടെ എത്തിയെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണോ, നിങ്ങളുടെ ലവ് ലൈഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഈസി ആയി തന്നെ ചോദിക്കാം. ഇത്തരത്തിലുള്ള ഒരു അസുഖമുണ്ടോ, അലർജി ഉണ്ടോ, നിങ്ങൾ കാര്യമായി വിവാഹം നോക്കിയാണ് പക്ഷെ നടന്നില്ലേ, ഈ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഈസി ആയി പ്രായത്തെയും കാലാവസ്ഥയെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കാവുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും പലരും അവരുടെ ബിസിനസ്സിനെ ലോഞ്ച് ചെയ്യുന്നത് തന്നെ. ഈ ടോപ്പിക്കിലേക്ക് വരാം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്ക് വളരെയധികം മുഖപരിചയമുള്ള, നമുക്ക് വളരെ ജെന്യുവിനാണ്, ട്രസ്റ്റ് വർത്തിയാണ് എന്നൊക്കെ വിശ്വസിക്കാൻ തോന്നിയിട്ടുള്ള നടിമാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ് അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയത് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടിയാണ്. ഈ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയെ പറ്റി അറിയാൻ പറ്റും. വളരെ കൃത്യമായി തന്നെ ഇത് ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതിനെ വിശ്വസിക്കാം. ആദ്യത്തെ ട്രയൽ ആണെങ്കിലോ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് ട്രൈ ചെയ്ത ആളുകളുടെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ ഇടയുണ്ടായി. അതിൽ കാണുന്നുണ്ടായിരുന്നു ഹിന്ദി ഒക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ചില AI ബോട്ടുകളൊക്കെയാണ് ഇവർക്ക് ഉത്തരം പറയുന്നത്. അതിനിപ്പോൾ അസ്ട്രോളജി അറിയണമെന്നില്ല. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അത്യാവശ്യം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയല്ലേ എന്ന് ചോദിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീക്ക്നെസ്സിനെ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷന്റെ ആദ്യത്തെ യൂസ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാലും അതിന്റെ 1 മണിക്കൂറിന് ശേഷം അവർ ചോദിക്കുന്ന തുക അടച്ചെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ, നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റി എനിക്ക് പ്രത്യേക ചില കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് പറഞ്ഞു തരാമെന്ന് പറയും. നമ്മുടെ ജോലി എപ്പോൾ സെറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജോലി ഇപ്പോൾ സെറ്റ് ആവും, ചില തടസ്സങ്ങളുണ്ട്, അത് നീക്കം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം നിങ്ങൾക്കൊരു രാജയോഗം അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ നിങ്ങളുടെ ഫ്രീ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയും. ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരു ലൂപ്പിലേക്ക് എൻ്റർ ചെയ്ത് ഇതറിയാനുള്ള ആകാംക്ഷ ജനിപ്പിച്ച് നമ്മുടെ വീക്ക്നെസ്സിനെ മുതലെടുത്ത് നമ്മുടെ കയ്യിലെ പൈസ വാങ്ങിക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്കൊരു ഹോപ്പ് തരുവാണ്, ഒരു പ്രതീക്ഷ തരികയാണ്.
അല്ലേ? നിങ്ങൾ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന സിനിമാ നടന്മാർ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോക്കിക്കണ്ടാണ് മനസ്സിലാക്കിയത്, അവർക്ക് ഇതുകൊണ്ട് വളരെ യൂസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ വീക്കായിരിക്കുന്ന മനസ്സ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നിൽക്കില്ല. ഈ ഒരു വിശ്വാസത്തെ മുതലെടുത്ത് ആപ്ലിക്കേഷനെ ഒന്ന് ട്രൈ ചെയ്യാം. ആദ്യത്തെ ഫ്രീയും കൂടെയാണല്ലോ, അപ്പോൾ ഫ്രീ അവേഴ്സ് മാത്രം യൂസ് ചെയ്ത് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചായിരിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ഇവർ നമ്മുടെ ഈ പറയുന്ന വീക്ക്നെസ്സിനെയൊക്കെ മുതലാക്കി എടുത്തുകൊണ്ട് നമ്മൾ അതിൽ ലൂപ്പിൽ പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന വിഷയങ്ങൾ രണ്ടാണ്. എല്ലാ മനുഷ്യരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രാക്ടിക്കലി ഓവർകം ചെയ്യാം, എന്ത് മാർഗ്ഗങ്ങളാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏത് സ്കില്ലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഇതിന് ആരെങ്കിലും അഡ്വൈസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി ഞാൻ കൂടുതൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ കുറച്ചുകൂടെ മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇരുന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ആസ്ട്രോളജി ആപ്പിന് നമ്മുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം സംഭവിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ അവസ്ഥയിൽ ഉള്ള പൈസയും കൂടെ ചിലവാക്കി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെ ഈ പൈസ പോയല്ലോ എന്ന് ഉപയോഗിച്ച് വിഷമിച്ചിരിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നടന്മാരെ പറ്റിയാണ്. അവർക്ക് നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷന്റെയോ അല്ലെങ്കിൽ ഏത് സർവീസിന്റെയോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെയോ മുഖചിത്രമാകുക എന്നുള്ളത് അവരുടെ കരിയറിന്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ എത്തിക്സ് എന്നുള്ളത് കൂടെ അപ്ലൈ ചെയ്ത് ഞാൻ ഇത് ചെയ്യണോ വേണ്ടയോ, ഇത് എന്തിനാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടത് കംപ്ലീറ്റ്ലി അവരുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. അവരുടെ മേലുള്ള ട്രസ്റ്റ് ഒരു പക്ഷേ ഓഡിയൻസിന് നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ളത് ഒരു കാര്യമാണ്. നമ്മളെ പോലുള്ള ആളുകൾ ഇത് വിശ്വസിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഇവരെ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും പ്രാക്ടിക്കലി ഇവിടെ സംഭവിക്കുന്നില്ല. പ്രാക്ടിക്കലി നമുക്കൊരു ഗുണം സംഭവിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള ഫ്യൂച്ചറിനെ പറ്റി ഇവർ പറയുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് എനിക്ക് ഉണ്ടാവുന്നത്, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും വിശ്വാസം നേടുക എന്നുള്ളത് ഏതൊരു ബിസിനസിന്റെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. വിശ്വാസം അത് തന്നെയല്ലേ എല്ലാം. വിശ്വാസം എന്ന പേരിൽ എത്രത്തോളം ടാഗ് ലൈനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള മുഖങ്ങളെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ പൈസ കൊടുക്കുന്നത് കൊണ്ട് പൈസ ഇരട്ടിപ്പിക്കാമെന്നോ നമ്മുടെ ഫ്യൂച്ചറിന്റെ ഗതി നേരെയാക്കാമെന്നോ നമ്മൾ വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ലോജിക്കാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട മുഖത്തിലുള്ള ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രോഡക്റ്റും അല്ലെങ്കിൽ ഒരു സർവീസും നമ്മൾ ഉപയോഗിക്കരുത്. ഇതിന്റെ ആവശ്യം എനിക്കുണ്ടോ എന്ന് 3 വട്ടമെങ്കിലും കുറഞ്ഞത് ചിന്തിച്ചിരിക്കണം. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് എനിക്ക് ഉണ്ടാവുക, എൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയെ മാറ്റാൻ സാധിക്കുമോ എന്നൊക്കെ കുറച്ചു നേരമെങ്കിലും സമയമെടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളോ നമ്മൾ എഫേർട്ട് ഇടാതെയോ അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയോ ചെയ്യാതെ മുന്നിലേക്ക് ജീവിക്കാൻ കഴിയുന്നതുമല്ല. ഇതിനെപ്പറ്റി നമ്മൾ തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കാം. നിങ്ങളുടെ ഫ്യൂച്ചറോ ഭാവിയോ ഏതെങ്കിലും ഒരു അസ്ട്രോളജി ആപ്പിന് അത് ഒരു AI ബോട്ടിന് ഇരുന്ന് പറഞ്ഞു തരാനൊന്നും സാധിക്കില്ല. നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ AI ടൂൾസിനോട് ചോദിച്ചാലും അവർ ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ വീക്ക്നെസ്സിനെ യൂസ് ചെയ്യുന്ന അസ്ട്രോളജി ആപ്പുകൾക്ക് മുന്നിൽ നിങ്ങൾ ഒരിക്കലും മണ്ടന്മാരായി നിന്നുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ പൈസ ചെലവാക്കി നിങ്ങളുടെ ഫ്യൂച്ചർ അവർ പറയുന്നതിനനുസരിച്ചായിരിക്കും എന്ന് വിശ്വസിക്കരുത്. നിങ്ങൾ തന്നെ വിശ്വസിക്കുക. നമ്മൾ മുൻകൈ എടുത്ത് നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് മേൽ നിങ്ങൾ മറ്റൊന്നിനെയും വിശ്വസിക്കരുത്.